മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ റിമാൻഡ് പ്രതിയുടെ പരാക്രമം. കൊലക്കേസ് റിമാൻഡ് പ്രതി കോട്ടയം സ്വദേശി ലുതീഷാണ് പരാക്രമം നടത്തുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരുമായി മൽപ്പിടുത്തം ഉണ്ടായിരിക്കുകയാണ്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, തൃശൂർ മെഡിക്കൽ കോളേജിലാണ് റിമാൻഡ് പ്രതിയുടെ പരാക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഇപ്പോഴും റിമാൻഡ് പ്രതി, കൊലക്കേസിലെ റിമാൻഡ് പ്രതി ലുതീഷ് എന്ന പുൽച്ചാടി ലുതീഷ് ഇപ്പോഴും പരാക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലുതീഷിനെ ഇന്ന് കേസിന്റെ ഭാഗമായി കോടതിയിൽ കൊണ്ടുപോയിരുന്നു. കോടതിയിൽ കേസ് കഴിഞ്ഞ ശേഷം തിരികെ ജയിലിലെത്തിച്ചപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ പരിശോധിച്ചതിൽ നിന്ന് സംശയം തോന്നിയിരുന്നു. ശരീരത്തിന്റെ രഹസ്യഭാഗത്തിൽ എന്തോ ഒളിപ്പിച്ചതായാണ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയത്. തുടർന്ന് ജയിൽ ഉദ്യോഗസ്ഥരെയും പ്രതിയെയും കൂട്ടി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെത്തി എക്സ്റേ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ശ്രമം നടന്നു. ഈ ശ്രമമാണ് പ്രതി എതിർത്തത്. പ്രതി ഉദ്യോഗസ്ഥർക്ക് നേരെ മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തൽസ്ഥിതി തുടരുകയാണ്. പ്രതി അതിനിടയിൽ ആത്മഹത്യാ ഭീഷണിയും മുഴക്കുകയാണ്. ഇപ്പോഴും ഈ പ്രതിയെ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. സംഭവം അറിഞ്ഞ് ജയിലിൽ നിന്നും കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ജയിലിലേക്ക്, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടും പ്രതി ഈ എക്സ്റേ പരിശോധനയ്ക്കോ മറ്റു ദേഹ പരിശോധനയ്ക്കോ വഴങ്ങാൻ തയ്യാറായിട്ടില്ല. അനീഷിനെ തുടരാം. തൃശൂർ മെഡിക്കൽ കോളേജ് റിമാൻഡ് പ്രതിയുടെ പരാക്രമണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി തുടരുന്നുണ്ട്. അനീഷ്, എന്താണ് ഈ പരാക്രമണത്തിന് കാരണം? എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഇയാൾ ഈ എക്സ്റേ പരിശോധനയ്ക്ക് ഇയാളെ വിധേയമാക്കാനാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. എന്ത് വില കൊടുത്തും ഇയാൾ ഈ എക്സ്റേ പരിശോധനയ്ക്ക് വിസമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിട്ടില്ല. ഈ ലുതീഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു കേസിന്റെ ദിവസമായതിനാൽ. തിരികെ ഇന്ന് ജയിലിലെത്തിയപ്പോൾ ഇയാളെ പരിശോധിച്ചതിൽ നിന്ന് സംശയം തോന്നി ഉദ്യോഗസ്ഥർക്ക്. ആ സംശയം ഉള്ളതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. എക്സ്റേ പരിശോധന ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഇയാൾ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കൂ. ഈ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥരുമായി ഇയാൾ തട്ടിക്കയറിയതും മൽപ്പിടുത്തം നടത്തുന്നതും ആത്മഹത്യ ഭീഷണി മുഴക്കുന്നതുമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ഇതറിഞ്ഞ് ഈ ഉദ്യോഗസ്ഥർ ജയിലിലേക്ക് വിളിച്ചു പറഞ്ഞ അനുസരിച്ച് ജയിലിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇവർ എത്തിയിട്ട് പോലും ഈ പ്രതി ഈ പരിശോധനയ്ക്ക് സമ്മതിക്കുന്നില്ല, വിസമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അസഭ്യം പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും ഈ നേരമായിട്ടും ഇപ്പോൾ ഇയാൾ പരിശോധനയ്ക്ക് വിസമ്മതിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. ഇയാൾ കോട്ടയത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു യുവാവിനെ തല്ലിക്കൊന്ന് കൊണ്ടിട്ട ആ കേസിലാണ് ഇപ്പോൾ ഇയാൾ റിമാൻഡിൽ കഴിയുന്നത്. വിചാരണ തടവുകാരനായി റിമാൻഡിൽ കഴിയുകയാണ്. ഇതിനിടെയാണ് ഇത്തരം സംഭവം ഉണ്ടായത്. എന്തായാലും പ്രതി ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ പരാക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തമാണ് അനീഷ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ റിമാൻഡ് പ്രതിയുടെ പരാക്രമണം. കൊലക്കേസ് റിമാൻഡ് പ്രതി കോട്ടയം സ്വദേശി ലുതീഷ് എന്ന പുൽച്ചാടി ലുതീഷാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. ജയിൽ ഉദ്യോഗസ്ഥരുമായി മൽപ്പിടുത്തമുണ്ടായി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി.